മകൻ എപ്പോഴും ജഗനെ ഡൗട്ടാണ്. ഈ കഥയുടെ പേരാണ് സ്റ്റീം ഡൗട്ട്. ഈ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ആണല്ലോ. ഇതിന് നന്നായിട്ട് ഞാൻ ഉണ്ടാക്കും. ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയത്? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. ലൈറ്റ് ഫുഡായിരുന്നു. അത് ലൈറ്റ് ഫുഡായിരുന്നു. ഫുഡ് കാരണം ഇപ്പൊ അനങ്ങാൻ പോലും വയ്യ. ഇവിടെ തന്നെ എങ്ങനെ എണ്ണിക്ക? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കളി കളിച്ചാലോ? ഇത് ഞാനും കളിക്കും. ഞാനും ഉണ്ട്. ഡേഞ്ചറണ്ണ, ഇതൊന്ന് അടിച്ച് കാണിക്കേ. ഇത് ഈസി. ഇന്നാ പിടിച്ചോ. ഇതെന്താ? താൻ കഴിച്ചത് കൂടിപ്പോയെന്ന് തോന്നുന്നു. ആ, നീ പറഞ്ഞത് ശരിയാ. എല്ലാം വാരി വരച്ച് തിന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ വയറ് നോക്കിക്കേ. ഇങ്ങനെ ഇരിക്കുന്നേ. നിങ്ങൾ ആരും ഈ വയറ് വെച്ച് മാർക്കറ്റിലൊന്നും പോവല്ലേ. ഇത് വെച്ച് മാർക്കറ്റിൽ പോയി എല്ലാവരും നിങ്ങളെ വയറമാര് വിളിക്കും. ശരിയാണല്ലോ, ഈ വയർ വെച്ചങ്ങനെ പുറത്തു പോകും. എന്നാ പിന്നെ ബാക്കിയുള്ളത് പിന്നെ കഴിക്കാം. വാരി വലിച്ചു തന്ന വയർ എങ്ങനെ വീപ്പ കൊച്ചു പോലെ വീർത്ത് വരും. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങളങ്ങ് വന്നേ. ആ വാ. അതൊരു കിടിലൻ ഐഡിയ. പൊളിച്ചു. നിങ്ങൾ നഖമിട്ടാറില്ലേ? കഴിഞ്ഞ വർഷം മുറിച്ചതാണല്ലോ. ഇതാണ് സ്റ്റീം മെഷീൻ. പെട്ടെന്ന് വാ, അല്ലെങ്കിൽ സ്ഥലം കിട്ടൂല. അതിന് നിന്ന ലോക്കൽ ട്രെയിനോ? പഴക്കിടാതെ എൻജോയ് ചെയ്യണേ. യവന്മാര് സൈക്കിൾ കടയിന്ന് പമ്പ് മോഷ്ടിച്ചോണ്ട് വന്നതാണോ? നമുക്കെന്താ നൈസായിട്ട് ഈ പമ്പിന്റെ പ്രഷറൊക്കെ കൂട്ടി വിട്ടാലോ? ഇങ്ങനൊരു ക്ലോക്ക് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ലല്ലോ. ഈ ക്ലോക്കിൽ 100 അടിച്ചാലേ ആ പൂച്ചകളുടെ കാര്യത്തിനൊരു തീരുമാനമോ? നിനക്ക് വല്ല മനസ്സിലായോ? ഇല്ലടേ. പുറത്തു നിന്നാർക്കും അകത്തോട്ടും അകത്തു നിന്നാർക്കും പുറത്തോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇത് മൊത്തം പാക്ക് ചെയ്യാം. നല്ല രസമായിരിക്കും. അവന്മാരുടെ കഥ കഴിയാറായി. കഥ മാത്രമല്ല, അമ്മമാരുടെ എല്ലാം കഴിയാറായി. എന്താ പണിയെടുക്കാൻ നോക്കണേ. എന്റർടൈൻമെന്റിന് വേണ്ടി റെഡി ആയിക്കോ മക്കളെ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. മെഷീൻ ബ്ലോക്ക് ആയെന്ന് തോന്നുന്നു. പുക ശരിക്ക് വരുന്നില്ലല്ലോ. റെഡിയാണോ? ഞാൻ പണ്ടേ റെഡിയാ. എടാ നീയോ? ഞാൻ റെഡിയോ. ലെറ്റ്സ് ഗോ. എന്നെ പിടിച്ചോ. ഈ പരിപാടി കലക്കും. നമ്മുടെ ഓഗിക്കും ജാക്കിനും ഡേഞ്ചർ അണ്ണനും എട്ടിന്റെ പണി കിട്ടാൻ പോവുകയാണ് മക്കളെ. മെഷീന്റെ എല്ലാ ബ്ലോക്കേജും മാറിയെന്ന് തോന്നുന്നു. മെഷീന് ദേഷ്യം വന്നോ? അങ്ങനെ സ്റ്റീം മെഷീൻ പൊട്ടിത്തെറിച്ച് ഓഗിയുടെ വീട് മൊത്തം പുക കൊണ്ട് നിറഞ്ഞു. ഇത്ര പെട്ടെന്ന് നമ്മളെങ്ങനെ അന്റാർട്ടിക്കയിൽ എത്തിയതാ? അന്റാർട്ടിക്കയിൽ എങ്ങനെ ഇത്ര ചൂട്? ഓസിലെത്തിയതല്ലേടേ. അടിച്ചു പൊളിക്കാൻ നോക്ക്. ഈ അവസരം എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അല്ലാതെ ഇവിടെ വരണമെങ്കിൽ മിനിമം 1 ലക്ഷം രൂപയെങ്കിലും ചെലവാവും. അതുകൊണ്ടാ പറയുന്ന ഓസിന് കിട്ടിയ അവസരം മുതലാക്കിക്കോടെ. കൊള്ളാലോ, എനിക്ക് എന്റെ കൈ കാണാൻ പറ്റുന്നുണ്ട്. എന്റെ കാശ് മുതലായി. അയ്യോ, പിന്നെ കാണാതായല്ലോ. പെൻഗ്വിൻ വന്നെന്ന് തോന്നുന്നല്ലോ. ഞാൻ കാണാൻ പെങ്ങിനെ പോലെ തന്നെയാ, പക്ഷെ ഞാൻ ഡേഞ്ചർ അണ്ണനാ. പെൻഗ്വിനെ ഡേഞ്ചർ അണ്ണന്റെ മിമിക്രി ചെയ്യുന്ന മതിയാക്ക്. അയ്യോ, ഇത് ശരിക്കും ഡേഞ്ചർ അണ്ണനാ. ആദ്യം എന്റെ മോത്തിന്റെ കൈയെടുക്ക, എന്നിട്ട് ഫോളോ മീ ആൻഡ് വാക്കൊള്ളി. എടാ ഓഗിയേ, ഈ അന്റാർട്ടിക്ക ദുബൈയിലോട്ട് ഷിഫ്റ്റ് ആയോ? ഭയങ്കര ചൂടാണല്ലോ. ബുർജ് ഖലീഫയുടെ കർട്ടൻ ഞാൻ വലിച്ചെടുത്തോ? ആ സാരമില്ല. ഈ കർട്ടന്റെ കമ്പ് കൊണ്ടൊരു പണിയുണ്ട്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കമ്പ് വെച്ചിങ്ങനെ കുത്തി നോക്കാം. അയ്യോ, ഫോൺ പൊട്ടിയെന്ന് തോന്നുന്നു. ഇനി എങ്ങനെ ഞാൻ ഫോൺ വിളിക്കും? ഒരു കുഴപ്പമില്ല, അവരെ മണത്ത് കണ്ടുപിടിക്കാം. ഓക്കേ. എടാ ഓക്കേ, നിങ്ങളവിടെ പുകയ്ക്ക് തണുപ്പുണ്ടെങ്കിലേ എനിക്ക് കുറച്ച് പാഴ്സലായിട്ട് കൊടുത്തു വിടണേ. അല്ല, ഇതാരാ? ആരാന്ന് പറയണേ. എങ്ങനെ പറയണം? ഇടിച്ചു പറഞ്ഞാ മതിയോ? ആളെ മനസ്സിലായി. ഇനി എന്നെ ഫോളോ ചെയ്ത് വാ. ഞാൻ ആരെയും അങ്ങനെ ഫോളോ ചെയ്യാറില്ല. എന്നാലും സാരമല്ല, കാരണം എനിക്കും ഉപകാരമുള്ള കാര്യമായതുകൊണ്ടാ. അല്ല, ഈ അന്റാർട്ടിക്കയിൽ എവിടുന്ന സ്റ്റെപ്പ് വന്നത്? ആരെങ്കിലും പണിഞ്ഞു വെച്ചതായിരിക്കും. ഇനി നിങ്ങളെ ഭയപ്പെടുവാക്കും. എന്റെ കയ്യാന്ന് വിടല്ലേ അണ്ണാ. മച്ചന്മാരെ യവന്മാര് വരുന്നുണ്ട്. റെഡി ആയിക്കോ. പോണേ അണ്ണാ. പതിയെ പോവാന്ന് പറഞ്ഞിട്ട് നീ ഇതെങ്ങോട്ടാണ് വെടിവിട്ടോടെ പോകുന്നേ? ജീവൻ പോകാതെ നോക്കണേ. ഞങ്ങക്ക് കുറച്ചുകൂടെ പണി തരാനുണ്ട്. അതൊരു കിടിലൻ പണിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കോമാറെ എല്ലാം അടിച്ചോടിക്കാം. അതൊക്കെയാണ് ഞാൻ ഇടിച്ച് എല്ലുപൊടിയാക്കും. 3നെയും പിടിച്ച് ഇടിച്ച് കൂട്ടണം നമുക്ക്. അതിനകത്ത് ഞങ്ങളെ ഒന്ന് കണ്ടുപിടിക്കണേ. ഞാൻ നിങ്ങളെ ഉറപ്പായിട്ട് കണ്ടുപിടിച്ചടിക്കും. എന്റെ പേര് ഓകിയെന്നാണ് വീട്ടുകാരും തന്നെ. ഞാൻ ഡയലോഗ് ഒന്ന് മാറ്റി പിടിയടേ. അയ്യോ, താഴെ ഉണ്ടായിരുന്ന ഭൂമി എവിടെ പോയി? ഇങ്ങോട്ട് നോക്കട മക്കളെ. ഇത് നമ്മുടെ തന്നെ വീടാടാ ഓക്കെ. ഇനിയൊന്നും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഈ പമ്പിന്റെ മുകളിൽ കയറിക്കാൻ വെച്ചാനേ. നീയൊക്കെ എന്താ കരുതി എനിക്ക് അങ്ങോട്ട് കേറാൻ അറിയില്ലെന്നോ? എനിക്ക് കേറാൻ അറിയാവടേ.
ഓടി ഓടി ഞാൻ അടച്ചല്ലോ മച്ചാനെ. എന്റെ പിന്നാലെ വാ. ഈ പ്ലാൻ കൊള്ളാം. എന്തൊരു പ്ലാൻ പറ. ഞാൻ ഇതുവഴി സൂക്ഷിച്ച് വേണം അപ്പുറത്തോട്ട് പോവാൻ. ജാക്കേ, നീ ഒരിക്കലും തളരരുത്. ധൈര്യം കൈവിടാൻ പാടില്ല. ഈ ട്രാഫിക് ലൈറ്റിന് പച്ച മാത്രമേ ഉള്ളൂ മച്ചാനെ. അയ്യോ, എന്റെ ബാലൻസ് പോകുന്നേ. ഈ മെഷീൻ എന്തിനാ പുക പുറത്തു വിടുന്നേ? ജഗന്റെ മകന്റെ ഗഗന്റെ പിന്നാലെ പോയ ജാക്കിന് 1.5 പണിയാണ് കിട്ടാൻ പോകുന്നത്. എല്ലാരും നോക്കിയിരുന്നോടെ. നമുക്കിത് വീഡിയോ എടുക്കാം. പറക്കും വീട് ഇപ്പൊ തന്നെ വൈറലാവും. വീട് പോയാലെന്താ, നമ്മള് രക്ഷപ്പെട്ടല്ലോ. ശരിയാ, തടികടാവതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഇത് കൊള്ളാമല്ലോ. നമ്മള് 3 പേരും തെളിഞ്ഞു പോയല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്റെ അടുത്ത് വാ, ഞാൻ പറയാം. വേഗം പോയി എടുത്തോണ്ട് പോ. ഡേഞ്ചർ എന്താ? പോയി ദാ വന്നു. ഇത് പൊളിക്കും. ഈ സർപ്രൈസ് കണ്ട് ഞെട്ടി ചേട്ടനും അനിയനും കൂടെ വാ പൊളിച്ച് നിൽക്കും. ഇത് കണ്ടോ, ഫ്രഷ് ഫുഡാ. 3 ആഴ്ച മുന്നേ ഉണ്ടാക്കിയതാ. ഞാൻ എന്റെ വീട്ടിൽ ആരെയും നിർത്താറില്ലെങ്കിലും വന്നവർക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ടേ പറഞ്ഞയക്കൂ. ഇതാണ് തന്തൂരി ഹക്ക നൂഡിൽസ് വിത്തൗട്ട് നൂഡിൽസ്. ലോകത്ത് വേറൊരിടത്തും ഇത്രയും ഫ്രഷായ സാധനം കിട്ടത്തില്ല. ഒച്ചമാര് ഉമ്മാര് വീണ്ടും തടിയന്മാരായി. പഴയ പടം ഒന്നുകൂടെ ഓടിക്കേണ്ടി വരുമല്ലോ. ഇവരുടെ തീറ്റ ഇതുവരെയും കഴിഞ്ഞില്ലേ? തീറ്റ ഭ്രാന്തന്മാര് കണ്ടിട്ട് എന്റെ തല കറങ്ങുന്നല്ലോ ഈശ്വരാ.